ഹലോ ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിൻ്റെ +1 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം മക്കളെ, നമ്മളിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഏതാണ്ട് അവസാനത്തോടെ എടുക്കുന്ന നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററുമായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. ഏതാണ്? യെസ്, ടു സ്ലീപ്പ് എന്ന് പറയുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്യം വേർഡ്സ്വർത്തിൻ്റെ പോമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. യെസ്, ടു സ്ലീപ്പ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഉറങ്ങാൻ എന്ന് പറയുന്ന ഒരു കവിത എങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് വരിക അല്ലേ. വില്യം വേർഡ്സ്വർത്ത് അതിനെങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് എന്നൊക്കെ നമ്മുടെ മുന്നിലേക്ക് വളരെ മനോഹരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കവിത കൂടിയാണിത്. ഓക്കെ മക്കളെ, അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളോട് സൂചിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. എന്താണ്? നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് മക്കളെ. യെസ്, നമ്മൾ നന്നായിട്ട് വായിക്കണം അല്ലേ. നമ്മുടെ റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ ലിസ്ണിങ് സ്കിൽസ്, ഈ 3 സ്കിൽസും അടിപൊളിയായിട്ട് നമ്മൾ വർദ്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് നന്നായിട്ട് നടക്കും. എന്തിനാണ് നമ്മൾ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇനി വരാനിരിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ്, നമ്മുടെ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ തന്നെ എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മലയാളമാണെങ്കിലും മാതൃഭാഷയും നമ്മൾ പരിഗണിക്കണം. അതുപോലെ തന്നെ എന്താണ്, ഹിന്ദി ലാംഗ്വേജ് ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജുകളെല്ലാം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, ഏത് ലാംഗ്വേജിൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത്തരത്തിലുള്ള റീഡിങ്, റൈറ്റിംഗ്, അതുപോലെ തന്നെ ലിസ്ണിങ് സ്കിൽസുകൾ കൂട്ടിയെടുക്കണം എന്നുള്ളതാണ് മക്കളോട് ടീച്ചർക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ എന്താണ്, നമ്മൾ അന്നെടുക്കുന്ന പാഠങ്ങൾ അന്നു തന്നെ കൃത്യമായിട്ട് വായിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഉണ്ടാവുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും അറിയാത്ത ഭാഗങ്ങളിലെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അറിയുന്നതാണെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് വിട്ടുപോകുമെന്ന് തോന്നുന്ന പോയിന്റ്സുകളെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ എക്സാംസിന് നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് സ്കോർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ മക്കളെ റെഡി അല്ലേ? അപ്പോൾ നേരെ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം അല്ലേ. കേൾക്കുമ്പോൾ തന്നെ ഉറങ്ങരുത്. ഉറങ്ങാൻ എന്ന് പറയുന്നത് ചാപ്റ്ററാണ് അല്ലേ. ടു സ്ലീപ്പ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററിനെ പറ്റിയാണ്, പോമിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. യെസ്, ആരാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ പോയിറ്റ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വില്യം വേർഡ്സ്വർത്ത് ആണ്. വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഇനി +2 കഴിഞ്ഞ് നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ നോക്കുവാണെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജും ലിറ്ററേച്ചറൊക്കെ എടുത്ത് പഠിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ MAയും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡിഗ്രിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ മുന്നിലേക്ക് നിങ്ങൾ +2 വരെ ഈ വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിത പഠിക്കാതെ നിങ്ങൾ പോകത്തില്ല. അത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഡിഗ്രിയിലോട്ട് പോയി കഴിഞ്ഞാലും വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിറ്റ്, അത് അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ തേരോട്ടമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളെയും കൊണ്ട്. ആ കവിതകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേൾഡ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ. ആ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ, നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ. ആ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ചുറ്റുമുള്ള ലോകമെന്ന് നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകിയിട്ടുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി, ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അതവിടെ വിട്ടേക്ക്. വില്യം വേർഡ്സ്വർത്തിലേക്ക് വരാം. He was born on 1770. Okay, 1770 അദ്ദേഹം ജനിച്ചത്. He was died in 1850 അല്ലേ. 1850 അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്ക്. കാരണം നമ്മൾ ജനിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെക്കാൾ നൂറ്റാണ്ടിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കുന്നൊരു മനുഷ്യനാണ് അപ്പുറത്തവിടെ ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത്തോടു കൂടി നിങ്ങൾ തിരിച്ചറിയണം. എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് അല്ലേ. നോക്കിയേ, എന്താണ്, ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൊമാൻറ്റിക് പോയറ്റ് ആയിരുന്നു ആര്? വില്യം വേർഡ്സ്വർത്ത് അല്ലേ. വേർഡ്സ്വർത്ത് possessed a deep love for nature അല്ലേ. വേർഡ്സ്വർത്തിന് എന്തുണ്ടായിരുന്നു? ഭയങ്കരമായ ഒരു പ്രകൃതി സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. A theme reflected in many of his poems അല്ലേ. എന്താണ്, ഈ ഒരു നാച്ചറുമായി ബന്ധപ്പെട്ട തീംസാണ് കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ പോംസിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. ഹി കൺസിഡേർഡ് നാച്ചർ ടു ബി ഹിസ് ഫ്രണ്ട്സ് അല്ലേ. അദ്ദേഹം എന്താണ് കൺസിഡർ ചെയ്യുന്നത്?
എന്താ കൺസിഡർ ചെയ്യുന്നത്? നാച്ചർ എന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ട് കാണുകയാണ് നാച്ചുറിനെ, അല്ലേ? ഫിലോസഫർ ആൻഡ് ഗൈഡ്. എന്താണ് അദ്ദേഹം എന്തുകൂടിയായിരുന്നു? ഫിലോസഫർ ആയിരുന്നു, വെറും ഒരു പോയിറ്റ് മാത്രമായിരുന്നില്ല, ഫിലോസഫർ ആയിരുന്നു. ആൻഡ് ഗൈഡ്, അതുപോലെ എന്താണ്? ഗൈഡ് കൂടിയായിരുന്നു. ഹി ബിക്കെയിം ദ പോയറ്റ് ലോററ്റ് ഇൻ 1843, അല്ലേ? ഹി ബിക്കെയിം ദ പോയറ്റ് ലോററ്റ് ഇൻ 1843 ആൻഡ് റിമെയിൻ സോ അണ്ടിൽ ഹിസ് ഡെത്ത് ഇൻ 1850. വളരെ കുറച്ചു കാലം മാത്രം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും നല്ല കവികളെല്ലാം തന്നെ വളരെ കുറച്ച് കാലം ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. അത് വില്യം വേർഡ്സ്വർത്ത് ആണെങ്കിലും നമ്മൾ ഷെല്ലിയിലേക്കും കീറ്റ്സിലേക്കും എത്തുമ്പോൾ അവരൊക്കെ വളരെ കുറച്ച് കാലം മാത്രം ഈ ഭൂമിയിൽ ചെലവിടുകയും എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നവരെക്കാളും മനോഹരമായിട്ട് ഈ ലോകത്തെ നോക്കിക്കാണുകയും അത് ആളുകളോട് പറഞ്ഞറിയിക്കാനും ശ്രമിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള കവികൾ എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന സമയത്ത് മക്കളെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഒരുപാട് നിങ്ങൾ സ്ട്രെയിൻ ചെയ്ത് വായിക്കേണ്ട ഒരു കവിതയല്ല, സിമ്പിളായിട്ട് വായിച്ചു പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കറക്റ്റായിട്ട് എല്ലാ അർത്ഥങ്ങളും വരും. ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യാം. അപ്പോൾ അതൊന്ന് മലയാളത്തിലാണെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക, ഒന്ന് എഴുതിയെടുത്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ എഴുതിയെടുത്ത് വെച്ചേക്കുക. ഓക്കെ, നോക്കിക്കേ, നമുക്ക് നേരെ നമ്മുടെ കവിതയിലോട്ട് പോകാം. ടു സ്ലീപ്പ്. A flock of sheep that leisurely pass by one after one. The sound of rain and bees murmuring, the fall of rivers, winds and seas, smooth fields, white sheet of water and pure sky. I have thought of all my turns and still I lie sleepless, and soon the small birds melodious must hear first chatter from my orchard trees, and the first cuckoo melancholy cry. Even this longest night and 2 nights more I lay, and could not indeed sleep by any stealth. So do not let me wear tonight heavy. Without thee, what is all the morning wealth? Come, blessed barrier between day and day, dear mother of fresh thoughts and choice health. Okay. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കവിത എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് വരികളിൽ നിങ്ങൾ നോക്കുമ്പോൾ വളരെ കുറച്ച് വരികളാണ്. നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ എത്ര വരി കാണും? ആകെ ഒരു 16 വരിയിൽ തീർന്നു പോകുന്ന ഒരു കവിതയാണ് നമ്മുടെ ടു സ്ലീപ്പ് എന്ന് പറയുന്നത്. പതിയെ 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 ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ അല്ലേ? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് leisurely pass by one after one. എന്താ പറയുന്നത് അവിടെ? എന്താ പറയുന്നത്? A flock of sheep that leisurely pass by one after one എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്താണ്? ആട്ടിൻ പറ്റാണ്, അല്ലേ? എന്താണ്? വരിവെച്ച് നീങ്ങുന്ന ആട്ടിൻ പറ്റത്തെയാണ് അതിൻ്റെ ഒരു അലസമായ leisurely pass ആയെന്ന് പറഞ്ഞത്. leisurely pass എന്ന് പറയുമ്പോൾ അലസമായിട്ടുള്ള സമാഗമത്തെ അല്ലെങ്കിൽ ആ ഒരു ആഗമനത്തെയാണ് പറയുന്നത്, അല്ലേ? അലസമായിട്ടുള്ള ഒരു നടത്തം, അല്ലേ? ആ ഒരു പോക്കിനെയാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് leisurely pass by one after one, അല്ലേ? വരിവെച്ച് നീങ്ങുന്ന ആട്ടിൻ പറ്റത്തിൻ്റെ അലസമായ ആഗമനത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ദ സൗണ്ട് ഓഫ് റെയിൻ. എന്താ അറിയാലോ? മഴയുടെ ആരവം, അല്ലെ? മഴയുടെ ഒച്ച, അല്ലെങ്കിൽ മഴ വരുന്നതിൻ്റെ കരച്ചിൽ, അല്ലേ? ആൻഡ് ബീസ് മർമറിങ്. എന്താ ബീസ്? എന്താ നിങ്ങൾക്ക് പറയാം? വണ്ടുകൾ, തുമ്പികൾ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അല്ലേ? അതിൻ്റെ മർമറിങ്, അല്ലേ? അതിൻ്റെ നേർത്ത മൂളൽ, അതാണ് മർമറിങ് എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഫാൾ ഓഫ് റിവേഴ്സ്. എന്താ പറയുന്നത് അവിടെ? പുഴയുടെ പതനം, അല്ലേ? ഫാൾ ഓഫ് റിവർ, അല്ലേ? അതിൻ്റെ ഒച്ച കേൾക്കാൻ വേണ്ടി പറ്റില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഫാൾ ഓഫ് റിവർ. ഓക്കെ, പിന്നെന്താണ്? വിൻസ് ആൻഡ് സീസ്. കാറ്റുകളും കടലുകളും.
സ്മൂത്ത് ഫീൽഡ്സ്. എന്താണ് സ്മൂത്ത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ നിരന്ന് കിടക്കുന്ന, ഇങ്ങനെ സ്മൂത്തായി കിടക്കുന്ന പാടങ്ങളില്ലേ, സ്മൂത്തായിട്ട് കിടക്കുന്ന, അതാണ് സ്മൂത്ത് ഫീൽഡ്സ് നമ്മുടെ പറഞ്ഞ. വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ, എന്താ? വെണ്മയാർന്നിട്ടുള്ള ജലപാളികൾ അല്ലേ, അതിങ്ങനെ വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ എന്നാണ് പറയുന്നത്. വെണ്മയാർന്നിട്ടുള്ള ജലപാളികൾ അല്ലേ, വൈറ്റ് എന്താന്ന് പറയുക, വൈറ്റ് എന്താ അവിടെ കൊടുത്തേക്കണം നോക്കിയേ, ഷീറ്റ്സ് ഓഫ് വാട്ടർ എന്നാണ്. ആ ഒരു ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് അതിനെ പറയുന്നത് ഷീറ്റായിട്ടാണ് കാണുന്നത് അല്ലേ. ആ ഒരു മേലേത്തെ ആ ഒരു തലപ്പിന് എന്താണ് ഇവർ പറയുന്നത്? ഷീറ്റാണ്. വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ, വെണ്മയാർന്നിട്ടുള്ള എന്താണ് ജലപാളികൾ എന്നാ പറയുന്നത്. ആൻഡ് പ്യുവർ സ്കൈ അല്ലേ, എന്താണ് പറയുന്നത്? പ്യുവറായ സ്വച്ഛമായ ആകാശത്തെയാണ് അവിടെ പറയുന്നത്, പ്യുവർ സ്കൈ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ആ 4 വരി മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളാണ്, നിങ്ങൾക്ക് വായിക്കും, ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അത്രയും സിമ്പിളായ ഒരു ലാംഗ്വേജിൽ അവിടെ കൊടുത്തേക്കുന്നത്. എന്താണ്? A flock of sheep that leisurely pass by one after one, the sound of rain and bees murmuring, the fall of rivers, winding trees, smooth fields, wide sheet of water and pure sky. Okay, I have thought of all by turns and still I lay sleepless. എന്താണ് പറയുന്നത്? ഞാൻ എന്താണ് ഓരോന്നിൻ്റെയും എന്താ പറയുക, ടേൺസ്, ഓൾ ബൈ ടേൺസ് എന്ന് പറഞ്ഞല്ലേ, ക്രമാനുഗതമായിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ ചിന്തകൾ, ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കടന്നു വരികയാണ് അല്ലേ. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള ഓരോരോ ഓർമ്മകളും എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വരികയാണ്. ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ് അല്ലേ, ഞാനിപ്പോഴും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ഉറക്കമില്ലാതെ അല്ലേ, ഉറക്കമില്ലാതെ ഞാനിങ്ങനെ കിടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുകയാണ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞ? ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡിയസ് മസ്റ്റ് ഹിയർ. എന്താണ്? എന്താ പറയുന്നത്? ഫസ്റ്റ് ചാർട്ടർ ഫ്രം മൈ ഓക്ക ട്രീസ് ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്ക്വലി ക്രൈ. എന്താ പറഞ്ഞത്? എന്ത് കേൾക്കണം എന്നാണ് അവിടെ കവി പറയണത്? എൻ്റെ ആ ചില്ലയിൽ ഇരുന്നു കൊണ്ട് എന്താണ്, എൻ്റെ ഈ പറയുന്ന നമ്മുടെ ഓക്ക ട്രീസിൻ്റെ ഒക്കെ ചില്ലയിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞി കുഞ്ഞി കിളികൾ അല്ലെ, സ്മോൾ ബേർഡ്സ് പറയണ്ട, അത് ഇങ്ങനെ അതിൻ്റെ കളകളാരവം അല്ലേ, അതിൻ്റെ ആദ്യത്തെ സൗണ്ട്സ് അല്ലേ, അത് പുറപ്പെടുവിക്കുന്നത് എനിക്ക് കേൾക്കണം. അത് മാത്രം കേൾക്കണം എന്നാണോ പറയുന്നത്? ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്കലി ക്രൈ അല്ലേ. എന്താണ് ഈ കുക്കു എന്ന് പറയുന്നത്? എന്താണ്? രാക്കുയിലാണ് അല്ലേ, കുയിലിനെയാണ്. രാക്കുയിലിൻ്റെ രാത്രി ഉണ്ടാകുന്ന കുയിലാണ് രാക്കുയിൽ. ഓക്കെ, രാക്കുയിലിൻ്റെ ആ ഒരു ആദ്യത്തെ പ്രഥമ എന്താ പറയുക ശബ്ദം അത് പുറപ്പെടുവിപ്പിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയണം. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എന്താ പറയുന്നത്? ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ട്രോൺസ് ആൻഡ് സ്റ്റിൽ ഐ ലൈ സ്ലീപ്ലെസ്. എന്നാണ് എൻ്റെ ഈ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ഇതുപോലെയുള്ള പല കാര്യങ്ങളുടെയും ക്രമാനുഗതമായിട്ടുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിനകത്തേക്ക് ഇങ്ങനെ വരുന്നു. അതുപോലെ എന്ത് പറയാണ്? ഞാനിപ്പോഴും ഉറക്കമില്ലാതെ കിടക്കുകയാണ്. ആൻഡ് സൂൺ ദ സ്മോൾ ബേർഡ്സ് മെലഡിയസ് അല്ലേ മസ്റ്റ് ഹിയർ ഫസ്റ്റ് ചാർട്ടർ ഫ്രം മൈ ഓക്ക ട്രീസ് ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലങ്ക്വലി ക്രൈ. എന്താണ് ഈ പറയുന്ന എൻ്റെ ആ ഒരു മരത്തിലിരുന്നു കൊണ്ടുള്ള കുഞ്ഞിക്കിളികളുടെ അവർ പുറപ്പെടുവിക്കുന്ന പ്രഥമ സ്വരലെ കളകളാരമൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റണം. അതുപോലെ തന്നെ രാക്കുയിലിൻ്റെ ആ അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു പാട്ട്, അത്രയും മനോഹരമായ ആ ഒരു സംഗീതം എനിക്ക് ആസ്വദിക്കാൻ കഴിയണം എന്ന് പറയുകയാണ് കേട്ടോ കവി. ഈ 2 നമ്മുടെ സ്റ്റാൻസി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അടുത്തതിലേക്ക് പോവാണ്. എന്താണ്? Even thus last night and 2 nights more I lay and could not win thee sleep by any stealth, so do not let me wear tonight away. എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? Even thus last night എന്താണ്? കഴിഞ്ഞ രാത്രിയിലും and 2 nights more I lay and could not win thee. എന്താ പറഞ്ഞത്? കഴിഞ്ഞ രാത്രിയിലും മുൻപത്തെ 2 രാത്രികളിലും എന്താണ് ഞാൻ ഇതുപോലെ കിടന്നിട്ടുണ്ടായി, പക്ഷെ എനിക്ക് എന്ത് കഴിഞ്ഞില്ല? ആൻഡ് കുഡ് നോട്ട് വിൻ ഡി. എന്താണ്? എനിക്ക് നിന്നെ ജയിക്കാൻ. ഡി എന്ന് പറയുന്നത് എന്താണ്? പഴയ ലാംഗ്വേജ് യു ആണ് കേട്ടോ അതിന്. ഓക്കെ, ഡീനെയാണ് നമ്മൾ യു എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു നിന്നെ ജയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആരാണ് നീ? ഇവിടെ സ്ലീപ്പാണ് അല്ലേ, ഉറക്കമാണ്.
നിദ്രയെ എനിക്ക് നിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞ രാത്രിയിലും അതിന് മുന്നേയുള്ള 2 രാത്രിയിലും ഞാൻ ഇതുപോലെ കിടന്നു നോക്കി ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ എന്താണ്, എനിക്ക് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല, അതായത് ഞാൻ ഉറങ്ങിപ്പോയി അല്ലേ, എനിക്ക് ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ലീപ് ബൈ എനി ഷീൽഡ്, സോ ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് എവേ എന്നാണ്. ഇന്നത്തെ രാത്രി അല്ലേ, ഈ ഒരു രാത്രി എന്താണ്, എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളതാണ്. എന്താ പറയുക, ഇന്നത്തെ രാത്രിയിൽ നിൻ്റെ ഗൂഢമായ എന്തെങ്കിലും ഒരു ഗൂഢമായ പ്രയോഗങ്ങൾ നടത്തിയിട്ടാണെങ്കിലും അല്ലേ, ആ ഒരു നീ ഗൂഢപ്രയോഗങ്ങൾ നടത്തിയിട്ട് എന്നെ ഇങ്ങനെ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ എന്നാണ്. സോ ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് എവേ വിത്തൗട്ട് thee what is all the morning wealth come blessed barrier between day and day, dear mother of fresh thoughts and joyous health. എന്താ ഇവിടെ പറയണത് നോക്കിക്കേ, ആ പറയണ വരിയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ താഴോളം വരുന്നത്. അത് കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ഓടിപ്പിടിച്ചോണം. അതായത് ഇവിടെ പറയുകയാണല്ലേ, ഇവൺ ദിസ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് 2 nights more ആയില്ലേ അല്ലേ, എന്താണ് കഴിഞ്ഞ രാത്രി അതിന് മുന്നേത്തെ 2 രാത്രികളിലും അല്ലേ എന്ത് ചെയ്തു, ഞാൻ ഇതുപോലെ കിടന്നു. ആൻഡ് കുഡ് നോട്ട് വിൻ ജി സ്ലീപ്പ് അല്ലേ, എന്താണ്, പക്ഷെ നിദ്രയെ എനിക്ക് നിന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല. ബൈ എനി സ്റ്റെൽത്ത്, സോ ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് എവേ, എന്ത് ചെയ്ത് കളയുമോ എന്ന് ചോദിക്കുന്നത്. നീ ഇന്നത്തെ രാത്രി എന്തെങ്കിലും ഗൂഢപ്രയോഗങ്ങൾ കൊണ്ട് ഇന്നത്തെ രാത്രിയും ഇങ്ങനെ എന്നെ മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ എന്നാ ചോദിക്കുന്നത്. ഓക്കെ, വിത്തൗട്ട് ദി വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ് വെൽത്ത്, എന്താണ് വിത്തൗട്ട് ദി, നീ ഇല്ലാതെ അല്ലേ, നീ ഇല്ലാതെ എനിക്കെന്ത്, വാട്ട് ഈസ് ഓൾ ദി മോർണിംഗ് വെൽത്ത് അല്ലേ, നീ ഇല്ലാതെ എനിക്കെന്ത് പുലർക്കാലത്തെ നന്മകൾ അല്ലേ, മോർണിംഗ് വെൽത്ത് അല്ലേ, പുലർക്കാലത്തെ നന്മകൾ എന്നാ ചോദിക്കുന്നത്. നീ ഇല്ലാതെ എനിക്കെന്ത് പുലർക്കാലത്തെ നന്മകൾ. കം ബ്ലാസ്റ്റ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, എന്താണ് വരൂ, എന്താ പറയുന്നത് ഇവിടെ, എന്താണ് പകലുകൾക്കിടയിലും അതുപോലെ എന്താ പറയുക നമ്മുടെ രാത്രിയും പകലിനെയും തിരിക്കുന്ന ഒരു അനുഗ്രഹീതമായിട്ടുള്ള എന്താണെന്നാ പറയണത്, ഒരു ബാരിയർ, അതാണ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ അല്ലേ. രാത്രിയും പകലിനെയൊക്കെ തിരിച്ചിട്ട് എന്താ പറയുക, ഓരോ ദിവസങ്ങൾക്കിടയിലുള്ള ഒരു കൃത്യമായ മതിലാണ് ആര്, ഈ പറയുന്ന ഉറക്കം എന്നാണ് പറയുന്നത്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്, എന്താ പറഞ്ഞത്, സന്തുഷ്ടമായ ആരോഗ്യത്തെ അല്ലേ, അത്ര മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്, അതുപോലെ തന്നെ ആൻഡ് ജോയസ് ഹെൽത്താണ് പറയുന്നത്. എന്താണ് ഫ്രഷ് തോട്ട്സ്, അതായത് ഏറ്റവും നല്ല ചിന്തകൾ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരമ്മയെ, അതായത് നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ എന്നാണ് കവി അഭിപ്രായപ്പെടുന്നത്. അതായത് എന്താ പറയുന്നത്, മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്നാണ് പറയുന്നത്. അതായത് നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു ചിന്തകളിൽ അത്രയും നല്ല ചിന്തകൾ, അതായത് ഫ്രഷായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം. അതാണ് ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്നാണ് സ്ലീപ്പിനെ ആര് വിശേഷിപ്പിച്ചേക്കുന്നത്, വില്യം വേർഡ്സ്വർത്ത് ഇവിടെ വിശേഷിപ്പിച്ചേക്കുന്നത്. ആൻഡ് ജോയസ് ഹെൽത്ത് അല്ലെ, അത്രയും നല്ല ഹെൽത്ത് തരുന്ന ആരോഗ്യവും നല്ല ആരോഗ്യവും തരുന്ന അമ്മയെ എന്നുള്ളതാണ് വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ആ നിദ്രയോട് കടന്നു വരാൻ വേണ്ടിയിട്ട് എന്താ കവി ആഗ്രഹിക്കുകയാണ്. അവർ പറയുവാണല്ലേ, വിത്തൗട്ട് ദി വാട്ട് ഈസ് ഓൾ ദ മോർണിംഗ് വെൽത്ത് അല്ലേ, നീ ഇല്ലാതെ എനിക്കെന്ത് പുലർക്കാലത്തിലെ നന്മകൾ. കം ബ്ലസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, വരൂ എന്താ പറയുക, നിദ്രയെ വിളിക്കുകയാണ് അല്ലെ, ഉറക്കത്തെ വിളിക്കുകയാണ്, വരൂ വന്നിട്ട് ഞങ്ങളെ ബ്ലസ് ചെയ്തോളൂ, കാരണം നീയാണ് ആര്, ഈ ഡേ അത് ഓരോ ദിവസത്തെയും തമ്മിൽ തിരിക്കുന്ന ഒരു മതിലാണ് നീ അല്ലേ. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് അല്ലേ, പുതിയ ചിന്തകളെ ഉണർത്തുന്ന മാതാവേ. ആൻഡ് ജോയസ് ഹെൽത്ത് അല്ലേ, എന്താണ് പറയുന്നത്, അത്രയും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് തരുന്ന, ആരോഗ്യം നമുക്ക് തരുന്ന പ്രിയപ്പെട്ട നിദ്രയെ നീ വരൂ, വന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് കവി ഇവിടെ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കിട്ടിയോ കവിതയുടെ, ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്, ഒരുപാടൊന്നും നമ്മൾ പറഞ്ഞു പോകാത്തൊരു ചാപ്റ്ററാണിത് അല്ലേ. വളരെ സിമ്പിളായിട്ട് വില്യം വേർഡ്സ്വർത്ത്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറച്ചുകൂടി എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് വാരി വലിച്ചെഴുതത്തൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കത്തുള്ളൂ, പക്ഷേ അത് ഭംഗിയായിട്ട് എന്താണ് നമ്മുടെ മനസ്സിനകത്തേക്ക്, ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉറക്കത്തെ പറ്റിയുള്ളൊരു കോൺസെപ്റ്റിനെ മാറി വന്നില്ലേ നിങ്ങളുടെ മനസ്സിനകത്തേക്ക്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടൊക്കെ വളരെ ചെറിയ വരികളിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം.
ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ മലയാളം വേർഷൻ മാത്രം പറഞ്ഞുതരാം, കേൾക്കുക. ഓക്കെ. വരിവച്ചു നീങ്ങുന്ന ആട്ടിൻ പറ്റത്തിൻ്റെ അലസ അലസ ഗമനം അല്ലേ, അലസ ഗമനം. ഓക്കെ. മഴയുടെ ആരവം, തുമ്പികളുടെ അല്ലെങ്കിൽ വണ്ടുകളുടെ മൂളലുകൾ. ഓക്കെ. പുഴയുടെ പതനം, അതുപോലെ തന്നെ കാറ്റുകൾ, അതുപോലെ കടലുകൾ ആൻഡ് സ്മൂത്ത് ഫീൽഡ്സ് അല്ലേ, അത്രയും നിരന്ന മനോഹരമായ പാടങ്ങൾ. വൈറ്റ് ഷീറ്റ് ഓഫ് വാട്ടർ, വെണ്മയാർന്ന ജലപാളികൾ ആൻഡ് പ്യുവർ സ്കൈ അല്ലേ, അത്രയും തെളിഞ്ഞ ആകാശം. ഐ ഹാവ് തോട്ട്സ്. പിന്നെ പറയുന്നത്, ഓരോന്നിൻ്റെയും ക്രമാനുഗതമായ ഓർമ്മകൾ എൻ്റെ മനസ്സിനകത്തേക്ക് കടന്നു വരികയാണ്. അതുപോലെ ഞാനിപ്പോഴും ഉറങ്ങാതെ ഇതുപോലെ കിടക്കുകയാണ് എന്ന് കവി പറയുകയാണ്. എനിക്ക് കേൾക്കണം, എന്ത് കേൾക്കണം എന്നാണ് കവി ആഗ്രഹിക്കുന്നത്? എൻ്റെ ഇങ്ങനെ ഫലോദ്യാനമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഉദ്യാനത്തിലെ അല്ലെങ്കിൽ ആ ഒരു പൂന്തോട്ടത്തിലെ മരത്തിൽ ഇരുന്ന് ചിലയ്ക്കുന്ന കുഞ്ഞിക്കിളികളുടെ ആദ്യത്തെ ശബ്ദം എനിക്ക് കേൾക്കണം. അതുപോലെ പിന്നെ രാക്കുയിലിൻ്റെ മെലങ്ക്വലി ക്രൈ ആണ് കേട്ടോ. മെലങ്ക്വലി ക്രൈ ഒന്നുകൂടി ഓർമ്മിച്ചു. ശോകാദ്രമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വിഷമിച്ചിട്ട് ഒരു വിരഹഗാനമൊക്കെ പാടാറുണ്ടല്ലോ നമ്മുടെ കുക്കുബട്ട്. അതാണ് ശോകാദ്രമായിട്ടുള്ള ആ ഒരു ഗാനം എനിക്ക് കേൾക്കണം എന്നാണ് ഇവിടെ കവി പറയണത്. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നോക്കിയ ഈ 2 വരികളിൽ പറയുന്നത്, കഴിഞ്ഞ രാത്രിയിലും അതിന് മുന്നേത്തെ 2 രാത്രിയിലും എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല? നിദ്രയെ നിന്നെ ജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ രാത്രി എന്തെങ്കിലും ഗൂഢപ്രയോഗത്താൽ അല്ലേ നീ ഈ മായ്ച്ചു കളയുമോ എന്നെ മായ്ച്ചു കളയുമോ? ഈ ഒരു നല്ല ഞാനിങ്ങനെ ഉറങ്ങാതെ പിടിച്ചു നിൽക്കുന്നൊക്കെ മായ്ച്ചു കളയോ എന്നൊക്കെ ചോദിക്കുകയാണ്. സോ ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് എവേ എന്നാണ് അവിടെ പറയുന്നത് അല്ലേ. ഈ നൈറ്റിനെ മായ്ച്ചു കളയോ, ഈ രാത്രി എനിക്ക് കാണാതെ മായ്ച്ചു കളയോ, എന്നെ ഉറക്കി കളയോ എന്ന് ഞാൻ ചോദിക്കുന്നത് അല്ലേ. പിന്നെ അവസാനത്തെ ലൈൻസ് പറയുന്നത്, നീ ഇല്ലാതെ എനിക്കെന്ത് പുലർക്കാല നന്മകൾ അല്ലേ. അതുപോലെ തന്നെ നീ ആരാണെന്നാണ് പറയുന്നത്? ദിവസങ്ങൾ അല്ലേ, 2 ദിവസങ്ങൾ തമ്മിൽ തിരിക്കുന്ന രാത്രിയെയും പകലിനെയും ഒക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത് രണ്ടിനെയും തമ്മിൽ തിരിക്കുന്ന മതിലാണ് നീ അല്ലേ. പ്രിയപ്പെട്ട ഉറക്കമേ അല്ലേ, പ്രിയപ്പെട്ട നിദ്രേ നീ വരൂ. നീ ആരാണെന്നാണ് പറയുന്ന? പുതിയ ചിന്തകളുടെ മാതാവും അതുപോലെ തന്നെ ഏറ്റവും നല്ല ആരോഗ്യവും നൽകുന്ന ആളാണ് നീ. അതുകൊണ്ട് പ്രിയപ്പെട്ട നിദ്രേ വരൂ, ഞങ്ങളെ ബ്ലസ് ചെയ്യൂ എന്നാണ് ഈ കവിതയിലൂടെ കവി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ കിട്ടിയല്ലോ മക്കളെ. ഈ ഒരു കവിത എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുന്നിൽ ഒരേ അർത്ഥം വെച്ച് നമ്മൾ ഉറക്കത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനപ്പുറത്തേക്ക് വില്യം വേർഡ്സ്വർത്ത് ഉറക്കത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഈ ഒരു കവിതയിലൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. കവിതക്ക് അല്ലെങ്കിൽ ഈ ഒരു ഉറക്കത്തിന് ഇതുപോലെയുള്ള പല മേഖലകളും ഉണ്ട് എന്നും ഉറക്കത്തെ ശരിക്കും എന്തിൻ്റെ അതിർവരമ്പായിട്ട് കാണുന്നു എന്നാണ്, 2 ദിവസങ്ങൾക്കിടയിലുള്ള ഒരു മതിലായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതേപോലെ ഉറക്കത്തിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ അറിയണം, എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നതുൾപ്പെടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അവസാനം കവി പറഞ്ഞു വെക്കുന്നുണ്ട്, നീ ഇല്ലാതെ എനിക്ക് ഒന്നുമില്ല, നീ ഇല്ലാതെ എനിക്ക് പുലർക്കാല നന്മകൾ അല്ലെ, രാവിലത്തെ അത്രയും നന്മയൊക്കെ കിട്ടണമെങ്കിൽ നിന്നിലൂടെ ഉറക്കം കഴിഞ്ഞെണീക്കണം എന്നുള്ളതാണ് കവി ആഗ്രഹിക്കുന്നത് അല്ലേ. പിന്നെ എന്താ പറയണത്, നീ എങ്ങനെയെങ്കിലും വന്നിട്ട് ഞങ്ങൾ ബ്ലസ് ചെയ്തോളൂ, കാരണം നീയാണ് ഏറ്റവും നല്ല ഫ്രഷായ തോട്ട്സിൻ്റെ അമ്മ നീയാണ്, അതുപോലെ നല്ല ഹെൽത്തും തരുന്നത് നീയാണ്, അതുകൊണ്ട് നീ ഞങ്ങളെ വന്ന് അനുഗ്രഹിച്ചോളൂ, ഞങ്ങളെ ബ്ലസ് ചെയ്തോളൂ എന്ന് പറയാണ്. ഓക്കെ അല്ലേ മക്കളെ, കിട്ടിയല്ലോ. ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു പോമിൻ്റെ മൊത്തം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അബൌട്ട്സ് പോയറ്റ് ആണെങ്കിലും ഈ ഒരു കവിതയാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ വരും. അതിന് മുന്നോടിയായിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഈ ഒരു കവിത ഒരു 2 വട്ടം നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് വായിച്ച് നോക്കണം. അറിയാത്ത പ്രത്യേകിച്ചിട്ട് വേർഡുകളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. എങ്കിലും ഞാൻ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതാം. ഫോക്ക് ഓഫ് ഷീപ്പ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇപ്പുറത്തെ വശത്തുള്ള ഈ ഒരു
ഫോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആട്ടിൻ പറ്റമാണ് എന്ന് നമുക്ക് അറിയാം. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മർമറിങ് അറിയാലോ അല്ലെ? മർമറിങ് അറിയാലോ എന്താണ്? പിറുപിറുക്കുക അങ്ങനത്തെ എന്താ പറയുക. ഇവിടെ ബീസ് മർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ആ ഒരു ചെറിയ എന്താ പറയുക നേർത്ത മൂളൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, നേർത്ത മൂളൽ എന്നുള്ളത് നമുക്കിവിടെ പറയാം. ഓക്കെ, പിന്നെ എന്ത് പറയാം? മെലഡീസ് അറിയാലോ. മെലഡീസ് അറിയാലോ. മെലഡീസ് എന്താണ്? ശോകഗാനങ്ങൾ എന്ന് പറയാം. നല്ല മെലഡീസ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ നല്ല പാട്ടുകളുണ്ടല്ലേ. ഈ ബേർഡ്സിൻ്റെ മെലഡീസ് ആണോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇവിടെ അട്ടേർഡ് ഉണ്ടല്ലേ. അട്ടേർഡ് എന്താണ്? അട്ടേർഡ് എന്താണ്? ഇവിടെ പറഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അറിയാലോ. ഓക്കാഡ് എന്താണ്? ഇവിടെ പറയുന്നത് പഴത്തോട്ടത്തെയാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ തോട്ടത്തെ പഴത്തോട്ടം അല്ലെ പഴന്തോട്ടം എന്നും പറയാം. ഓക്കെ ഓക്കെ, പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്? മെലങ്കലിയൊക്കെ അറിയുന്നതല്ലേ? സങ്കടം നിറഞ്ഞ, സങ്കടം നിറഞ്ഞ. ഓക്കെ, പിന്നെന്താണ് കിട്ടാത്തത്? യെസ്, എന്താണ്? രഹസ്യമായി വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് രഹസ്യമായി വരിക. ഓക്കെ, അതാണ് സ്റ്റെൽത്ത് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ബ്ലസ്ഡ് ബാരിയർ എന്താണ്? അറിയാലോ. ബ്ലസ്ഡ് ബാരിയർ എന്താ പറയുന്നത്? ഇവിടെ അനുഗ്രഹീതമായ തടസ്സം അല്ലേ? അനുഗ്രഹീതമായ തടസ്സം അല്ലേ? അനുഗ്രഹീതമായ തടസ്സം. അത് ഞാൻ പറഞ്ഞല്ലോ. ഈ രണ്ട് ദിവസങ്ങളെ മുറിക്കുന്ന ഒരു അനുഗ്രഹീതമായ മതിലാണ് നീ എന്നാണ് ആര്? കവി ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ന്യൂ വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വേർഡ്സ് തന്നെയാണ്. ഗ്ലോസറിയിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും വേർഡ്സ് മാത്രമേ അവിടെ പറയുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ് മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. അത് കാണുന്നവരെ മക്കൾ എന്ത് ചെയ്യണം? ഇത് 2 വട്ടം വായിച്ചിരിക്കണം. ഇത് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.